ഉദ്ധവരെ പറഞ്ഞിരിക്കുന്നത് ഗച്ഛോത്തവ ബദര്യാഖ്യം മയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം തത്ര മൽപാദതീർത്ഥോദേ സ്നാനോപസ്പർശനേ ശുചി മത്തോനുശിക്ഷിതം യത്തേ വിവിക്തമനുഭാവയൻ മയ്യാവേശിതവാക്ചിത്തോ മദ്ധർമനിരതോ നദ്ഭവാം അതിവ്രജഗതി ശ്രേസോ മാമേഷസി തതപരം. ഉദ്ധവാഗച്ഛ, ഹേ ഉദ്ധവരെ പോവൂ. എങ്ങോട്ടാണ് ഭഗവാനെ പോകേണ്ടത്? ബദര്യാഖ്യം, ബദരീനാഥിലേക്ക് പോകാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ധ്രുവൻ എത്രയോ മഹാന്മാർ തപസ് ചെയ്ത തപോഭൂമിയാണ് ബദരീനാഥ് തുടങ്ങിയിട്ടുള്ള തീർത്ഥസ്ഥലങ്ങൾ. അങ്ങോട്ട് പോയിക്കോളൂ ഉദ്ധവരെ. അവിടെ എന്ത് ചെയ്യണം? അളകനന്ദ എന്ന് പറഞ്ഞ നദിയിൽ അതിൻ്റെ തീരത്തിരുന്ന് അങ്ങ് ധ്യാനം പരിശീലിച്ച് ക്രമേണ അങ്ങയുടെ മനസ്സിനെ എന്നിലേക്ക്, പരമാത്മാവായ എന്നിലേക്ക്, മാമേഷസി എന്നിലേക്ക് അർപ്പിച്ച് ലയിപ്പിക്കൂ എന്ന് പറഞ്ഞ ഭഗവാൻ ഉദ്ധവരെ എങ്ങോട്ട് പറഞ്ഞയക്കണു? ഉദ്ധവരാവട്ടെ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് ബദ്രീനാഥിലെത്തുന്നത് വരെ അങ്ങൻ്റെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് പരമാത്മാവായിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ മനസ്സ് പതറിപ്പോവില്ലേ? കാരണം മനുഷ്യനാണ്. കൃഷ്ണൻ പോയില്ലേ എന്നുള്ളൊരു ദുഃഖത്തിലേക്ക് വീഴാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ബദ്രീനാഥിലെത്തുന്നത് വരെ അങ്ങൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് വരണം. അതിനെന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കാലിൽ ഇരുന്ന മെതിയടികൾ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്തു എന്നാണ്. ഉദ്ധവർ ആ മെതിയടി രണ്ടും തലയിൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് സയേവ മുക്തോ ഹരിമേധസുദ്ധവാം പ്രദക്ഷിണം തം പരിസത്യപാദയോ ശിരോനിതായാസു കലാഭിരാദ്രതേ നിഷിഞ്ചദ്വന്ദ്വപരോക്യപക്രമേ സുദുസ്ഥ്യതസ്നേഹവിയോഗകാതരോ ന ശക്നവൻ സ്തം പരിഹാതമാതുരാം കൃഷ്ണം യയോ ഭർത്തപാദകേ വിഭ്രൻ നമസ്കൃത്യ യയോ പുനഃപുന. തൻ്റെ ശിരസിൽ ഭഗവാന്റെ പാദുകങ്ങൾ വെച്ച് ആ ഉദ്ധവര് കൃഷ്ണനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ടും പ്രദക്ഷിണം വെച്ചുകൊണ്ടും അവിടെ നിന്ന് ബദ്രീനാഥിലേക്ക് യാത്രയായി എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കൂടെയുള്ളവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതിന് മുമ്പ് നാം മാനസികമായി ഉയർന്നിട്ടില്ലെങ്കിൽ ഒരാളുടെ യാത്ര വേറൊരാളെ മാനസികമായി തളർത്തും. അതിനെ അനുവദിക്കരുത്. മനസ്സിനെ നിങ്ങൾ തളരുന്നുണ്ടോ അതിനർത്ഥം നിങ്ങൾ മറ്റൊരു മനസ്സ് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നത് തിരിച്ചറിയാതെ ജീവിച്ചു. മറ്റൊരു മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചൊരു ഉദ്ധവരെ പോലെ തളരാൻ പാടില്ല. ഏതായാലും ഉദ്ധവർ നേരെ എങ്ങോട്ട് പോയി? ബദ്രീനാഥിലേക്ക്. അപ്പം നോക്കൂ, തളരേണ്ട ഉദ്ധവർ തളർന്നിട്ടാണോ പോകുന്നത്? മാനസികമായി ഉയർന്നിട്ടാണോ? ഇതാണ് നമ്മളെക്കൊണ്ട് പ്രയോജനം. ഒരു മനസ്സ് തളരുമ്പോൾ ആ മനസ്സിനെ നമുക്ക് ഉയർത്താൻ സാധിക്കണം. അതിന് ആദ്യം ആരുയരണം? നമ്മൾ ഉയരണം. എന്നാലേ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. നോക്കൂ, അതുകൊണ്ടാണ് ഉദ്ധവരൊക്കെ കൃഷ്ണനെ ആദരിച്ചത് അല്ലേ? ഉദ്ധവരൊക്കെ കൃഷ്ണനെ ആദരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് ദേവകീ ദേവിയുടെ പുത്രനായി അവതരിച്ചത് കൊണ്ടാണെന്ന്. ആണോ? അല്ല. ഉദ്ധവർ കൃഷ്ണനെ ആദരിച്ചത് തന്നെ മാനസികമായി ഉയർത്തിക്കൊണ്ട് ഒരു ഗുരുവിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. നാരായണം നരസകം ശരണം പ്രബദ്ധി എന്നൊക്കെയാണ് ഉദ്ധവർ കൃഷ്ണനെക്കുറിച്ച് ഓർത്ത് പറയുന്നത്. ഏതായാലും അതിനുശേഷം പിന്നീട് യാദവ വംശം തല്ലി തകർന്ന് നശിക്കുന്ന രംഗമാണ്. അവർ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലരാമസ്വാമി അങ്ങോട്ട് വന്നു എന്നും അവരെ തടുക്കാൻ ശ്രമിച്ചു എന്നും, പക്ഷേ അവർ ബലരാമസ്വാമിയെ അടിച്ചു എന്നാണ്. അപ്പം അവരൊന്നും ബലരാമസ്വാമിയെ ദൈവമായിട്ടൊന്നും കണ്ടില്ല എന്ന് ഉറപ്പല്ലേ? ഈവൻ കൃഷ്ണനെ പോലും അവരാക്രമിച്ചു എന്ന്. അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇനി ഇവിടെ നിൽക്കരുതെന്ന്. ഭഗവാൻ ബലരാമസ്വാമി കടൽ തീരത്ത് നിന്ന് ശരീരം ഉപേക്ഷിച്ചു. ഭഗവാൻ കൃഷ്ണനാവട്ടെ ആ ഒരു എന്താ പറയുക കടലിൻ്റെ തീരത്തുള്ള കാട്ടിലേക്ക് കയറി ഒരു വൃക്ഷച്ചുവട്ടിൽ ധ്യാനനിരതനായി. അപ്പോഴാണ് ഒരു വേടൻ വരുന്നതും കൃഷ്ണൻ്റെ പാദത്തിലേക്ക് അമ്പെയ്യുന്നതും ആ അമ്പിനെ എടുക്കാൻ ദാരുകൻ വരുന്നതും ഭഗവാൻ അമ്പേൽപ്പിച്ച ആളോട് പറയുന്നത്. പലരും പറയും ഈ ജീസസ് പറഞ്ഞു അത്രേ തൻ്റെ ക്രൂസിഫൈ അവനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അല്ലേ? കേട്ടില്ലേ നിങ്ങൾ? എന്നാൽ 5000 വർഷം മുമ്പ് കൃഷ്ണൻ തൻ്റെ കാലിൽ അമ്പേൽപ്പിച്ച വേടനോട് പറയുന്നത് നീ തളരരുത്, തളരരുത്, മാ ബൈജരേ ത്വം ഉത്തിഷ്ഠ. നീ മാനസികമായി ഒരിക്കലും തളരരുത്, ഉയരൂ. നീ നിന്റെ നിയോഗം ചെയ്തു. ഈ ശരീരം ഇങ്ങനെ പോകണം എന്നത് കാലനിയോഗമാണ്.
അതാണ് നീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ തളരാൻ കൃഷ്ണൻ അനുവദിച്ചില്ല എന്നൊക്കെ. അപ്പം മരിക്കുന്നത് വരെ ഭഗവാനും തളർന്നില്ല, മറ്റൊരാളെയും തളരാൻ ഭഗവാൻ അനുവദിച്ചില്ല. ഇതാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറയുക. അതിനുശേഷം ഭഗവാൻ ശരീരം ഒരു എന്താ പറയുക സന്ധ്യാസമയമാണ്, അത് കത്തിച്ചാമ്പലായി ഭസ്മമാക്കി കളഞ്ഞു ഭഗവാൻ സ്വന്തം ശരീരത്തെ. അങ്ങനെ ഭഗവാന്റെ ആ ലീലകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ തേജസ് മുഴുവൻ ഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചു എന്നാണ് കഥ. പിന്നീട് 12ാമത്തെ സ്കന്ധം പറയും, അവിടെയാണ് കലിയുഗ വർണ്ണന. ഈ കലിയുഗത്തിൽ ഓരോ കാര്യങ്ങളുണ്ടല്ലോ 5000 വർഷം മുമ്പ് പറഞ്ഞത് വളരെ ശരിയാണ്. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളെ പോലെയാവും. ശരിയാണ്. ഇന്നത്തെ പെൺകുട്ടികൾ മുഴുവൻ ജീൻസ് ഷർട്ടും ജീൻസ് ബനിയനും ഇട്ടിട്ട്, ആൺകുട്ടികളൊക്കെ പെൺകുട്ടികളെ പോലെ ആവും. ശരിയാണ്. പണ്ടത്തെ പോലെ കമ്മലൊക്കെ തിരിച്ചു വരുന്നുണ്ട് ഇല്ലേ, പലതും തിരിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കലിയുഗത്തിലുണ്ടല്ലോ ആളുകൾക്ക് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖം അനുഭവിക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അതിനുവേണ്ടി അർത്ഥസമ്പാദനം അതായിരിക്കും ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി ആരെ വേണമെങ്കിലും അവർ ആക്രമിക്കുന്നതാണ്. സ്ത്രീ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത്. നോക്കൂ, വ്യാസഭഗവാൻ അന്ന് എഴുതി വെച്ചിരിക്കുകയാണ് 5000 വർഷം മുമ്പ്. ഈ കലിയുഗത്തിൽ സുഖം ലക്ഷ്യമായി വന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ഇരകളാവുന്നത് സ്ത്രീകളായിരിക്കുന്നതാണ്. ഇപ്പം നോക്കൂ, ഇന്നിപ്പോൾ ഡൽഹിയിലും മറ്റൊക്കെ നടക്കുന്നത് കാണുമ്പോണ്ടല്ലോ അതിലൊന്നൊരു അത്ഭുതമില്ല. ഇത് ആരാ ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ വിദ്യാഭ്യാസ സമ്പ്രദായം, തെറ്റായ പൊളിറ്റിക്കൽ സിസ്റ്റം. സുഖത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, മാനസികമായൊരു ധൈര്യത്തിന്. ഈ ധൈര്യം പുറമേ നിന്നല്ല വരേണ്ടത്, ഇത് സ്വന്തം ഉള്ളിൽ നിന്നാണ്. സ്വന്തം മനസ്സ് പോലെയാണ് മറ്റു ശരീരത്തിലും ഉള്ള മനസ്സ്. എല്ലാ മനസ്സുകളും ആദരണീയമാണ്. ഒരു മനസ്സിനെ വേദനിപ്പിച്ചാൽ ആ വേദന ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അനുഭവിക്കേണ്ടി വരുന്നൊക്കെ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ ഒരാൾക്ക് വേറൊരാളെ ആക്രമിക്കാനുള്ള പ്രവണത കുറഞ്ഞു വരും. അതുപോലെ ഈ എന്താ പറയുക, ഈ ക്രിസ്ത്യൻ കൾച്ചറാണ് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത്. സ്നേഹിക്കുക എന്നുള്ള വാക്കിന് പകരം ആദരിക്കുക എന്നുള്ള വാക്കുകൾ വരണം. മറ്റൊരാളെ സ്നേഹിക്കുകയല്ല വേണ്ടത്, ആദരിക്കുന്നിടത്ത് ഒരിക്കലും അക്രമ സ്വഭാവം ഉണ്ടാവില്ല. മനസ്സിലാവില്ലേ? മാതൃദേവോഭവ എന്നാ പറഞ്ഞത്. മാതൃദേവോ പറഞ്ഞാൽ ഒരു ആദരണീയമായിട്ടുള്ള സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അമ്മയെ സ്നേഹിക്കൂ എന്നല്ല പറയുന്നത്, അമ്മയെ ഈശ്വരതുല്യം ആദരിക്കൂ എന്നാണ്. ആണോ? ഭാരതീയ സംസ്കാരം സ്നേഹത്തിൻ്റെ സംസ്കാരമല്ല, ഭാരതീയ സംസ്കാരം ആദരിക്കുന്ന സംസ്കാരമാണ്. ഗുരുദേവോഭവ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നോക്കൂ, നമ്മുടെ കൾച്ചർ എത്ര വ്യത്യാസം. ഇപ്പോൾ ഒരു സ്വാമി വരുന്നെങ്കിൽ നിങ്ങൾ കാല് കഴുകണോ അല്ലേ, നമ്മൾ താലമെടുക്കണോ, പൂജിക്കണോ, ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് റിസീവ് ചെയ്യണോ. അതൊരു തരം സ്നേഹമല്ല, അതൊരു തരം റെസ്പെക്റ്റാണ്. ഞാൻ നോക്കൂ, നിങ്ങൾ ക്രിസ്ത്യൻ സിസ്റ്റത്തിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഇപ്പോഴാണ് അവർ ഇന്ത്യൻ കൾച്ചറിനോട് ചേർന്നിട്ടാണ് ഈ താലമൊക്കെ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ സ്ത്രീകളും വേഷ്ടി മുണ്ടും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഷിക്കാഗോയിൽ അമേരിക്കയിൽ ഓണാഘോഷത്തിന് എന്നെ വിളിച്ചു അവിടുത്തെ ഒരു പള്ളി കമ്മിറ്റി, ക്രിസ്ത്യൻ ഗ്രൂപ്പ്. ഞാൻ സത്യം പറഞ്ഞാൽ നമസ്കരിച്ചു പോയി. അവർ എല്ലാം 99% അറൗണ്ട് ഒരു 700-800 ആളുകളുണ്ടാവും, ക്രിസ്ത്യൻ ഫാമിലീസ്. അവരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എല്ലാ സ്ത്രീകളും സെറ്റ് മുണ്ടുടുത്തിട്ടും ആണുങ്ങൾ നല്ല കസവ് മുണ്ടുടുത്തിട്ട് വെള്ള ഷർട്ട് എടുത്തിട്ട്, പെൺകുട്ടികളൊക്കെ നല്ല തിരുവാതിരക്കളി. ഞാൻ വിചാരിച്ചതുമല്ല വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആവുമെന്നാണ്. ഞാൻ അവരോട് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു പ്രോഗ്രാമിന് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഒരു പക്ഷേ ഞാൻ ഹിന്ദുക്കളുടെ പ്രോഗ്രാമിനാണ് പോയതെന്നുണ്ടെങ്കിൽ അത് കുളമാക്കി കൊടുത്തിട്ടുണ്ടാവും അവർ. അപ്പോൾ നോക്കൂ, നമ്മുടെ കൾച്ചറിലേക്ക് അവർ വളരെ ആഴത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയമില്ല അക്കാര്യത്തിൽ. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. എനിക്കൊരു ഇനാഗുറേഷൻ്റെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതൽ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഒരു പാട്ടൊക്കെ പാടി, അവരും ഭജനയൊക്കെ പാടി എൻ്റെ കൂടെ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ഫാമിലിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഹിന്ദു സ്വാമി എന്ന് വിചാരിക്കരുത്, നിങ്ങളൊരു ക്രിസ്ത്യൻ ഫാമിലി എന്നൊന്നും വിചാരിക്കരുത്. നമ്മളൊക്കെ നാം ഒന്ന് പരസ്യമുണ്ടല്ലോ, നാം ഒന്ന് നമുക്ക് രണ്ട് എന്നൊക്കെ ഉള്ളത്. എന്താ പറയുക പറയുക, ഈ പോപ്പുലേഷൻ കൺട്രോളിനെ പോലെ ഇതേപോലെ നാം ഒന്ന്, നമ്മളെല്ലാവരും ഒന്നെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഉഷാറായി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പറഞ്ഞു വരാനുള്ളത്, എന്താ വെച്ചാൽ നാം നമ്മുടെ സംസ്കൃതിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ മാനസികമായ ചില മാറ്റങ്ങൾ വരുത്തണം. അതിനാണ് നമുക്ക് ഈ ഭാഗവതമൊക്കെ.
ഏതായാലും ഇവിടെ പരീക്ഷത്തിന് പരമ ഉപദേശം പറഞ്ഞു കൊടുത്തു. പരീക്ഷത്തിനോട് പറഞ്ഞു, മനസ്സിൻ്റെ കൂടെ പരമാത്മാവാണുള്ളത്, തക്ഷകനോ മറ്റു ആരുമല്ല ഉള്ളത്. അങ്ങ് തക്ഷകനെ വിട്ട് പരമാത്മാവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടോ? മനസ്സുറപ്പിച്ചിട്ടുണ്ടോ? അഹം ബ്രഹ്മ പരം ഭ്രാമ ബ്രഹ്മാഹം പരമം പരം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാതായ നിഷ്കളെ. ഇത് കേട്ടപ്പോൾ പരീക്ഷത്ത് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ശ്രീ ശുഖബ്രഹ്മർഷിയുടെ പറഞ്ഞു, എനിക്കിപ്പോൾ പേടിയോ ദുഃഖമോ ഒന്നുമില്ല. എൻ്റെ മനസ്സിലിപ്പോൾ വേണ്ടാത്ത യാതൊരു ചിന്തകളുമില്ല. ഒരേ ഒരു ചിന്ത മാത്രം, പരം ഭഗവത പദം. ആരെക്കുറിച്ച് മാത്രം? ഭഗവാന്റെ പാദം, വേറെ ഒന്നും ചിന്തയില്ല. ഞാൻ എൻ്റെ മനസ്സിനെ അതിൽ അർപ്പിച്ചിരിക്കുന്നു. ശ്രീ ശുഖബ്രഹ്മർഷിക്ക് സന്തോഷമായി. അദ്ദേഹം അവിടെ നിന്ന് പോന്നു. പരീക്ഷത്ത് ആ ഗംഗയിൽ ഒന്ന് കുളിച്ച് ചമ്രം പടിഞ്ഞിരുന്നു ഗംഗയുടെ തീരത്ത്. പരീക്ഷത്തിനെ കൊത്താനായി 7ാമത്തെ ദിവസം ആര് വരുന്നു? തക്ഷകൻ, പാമ്പ് വരുന്നു. പക്ഷെ പാമ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തൊടുന്നതിന് മുമ്പ് പരമാത്മാവിലേക്ക് മനസ്സിനെ ലയിപ്പിച്ച് ശരീരബോധം മുഴുവൻ ഇല്ലാതെയാക്കി തീർത്തു. ആര്? തക്ഷകൻ വന്നതും അറിഞ്ഞില്ല, എന്താ ചെയ്തതെന്ന് അറിഞ്ഞില്ല. ഏതായാലും തക്ഷകൻ്റെ ഒരു ചിന്തയും ആരെ അലറ്റിയില്ല. പരീക്ഷത്തിന് അത്ര ഒരു മാനസികമായ ഉന്നതി പരീക്ഷത്തിന് കൈവരിക്കാൻ സാധിച്ചു എന്നാണ്. അപ്പം അങ്ങനെ പരീക്ഷത്തിൻ്റെ ജന്മം സഫലമാക്കിയ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അപ്പം നമുക്കും ഈ ഭാഗവതം കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തിലേക്ക് ലയിക്കും തോറും നാം ഭഗവാനിലേക്ക് ലയിക്കുന്നു. കാരണം ഭഗവാനും ഭാഗവതവും ഒന്നാണ്. പ്രത്യക്ഷ കൃഷ്ണയെ വഹി. നിങ്ങൾ ഭഗവാനിലേക്കാണ് ലയിച്ചു ചേരുന്നത്, പരമാത്മാവിലേക്കാണ് ലയിച്ചു ചേരുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നെ ജന്മത്തിൽ എന്താണ് ഒരു ദുഃഖങ്ങളുള്ളത്, എവിടെയാണ് വിഷമങ്ങളുള്ളത്? ആരാണോ പരമാത്മാവിലേക്ക് ഭാഗവതത്തിലേക്ക് ലയിക്കാത്തവർ, അവർ ദുഃഖങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ലയിച്ച് എന്തിലേക്കാണോ ലയിക്കുന്നത് അത് തന്നെ അയവിറക്കും. പശുക്കളെപ്പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തികട്ടി പുറത്തു വരും. ചില അമ്മമാരുണ്ടല്ലോ, കുട്ടികൾക്ക് രാവിലെ തന്നെ പുട്ടും പഴവും ഒക്കെ പുഴുങ്ങിയതൊക്കെ കൊടുത്ത് എന്നിട്ട് ഗുരുവായൂരിലേക്ക് പോവുകയും ചെയ്യും. ആ ബസ്സിലിരുന്ന് ഒന്ന് കുലുങ്ങിയേ വേണ്ടു, കഴിച്ച പുട്ടും പഴവും കടലയും ഒക്കെ കൂടെ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോഴേക്കും അമ്മമാർ കവറൊക്കെ ഇട്ട്, പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട്, ഒരമ്മ അങ്ങനെ കുട്ടിയെ കൊണ്ടുപോവുകയാണ് ഗുരുവായൂരിലേക്ക് തൊഴിപ്പിക്കാൻ. രാവിലെ തന്നെ 4 കഷ്ണം പഴം, 2 കുറ്റി പുട്ട്, 2 കഷ്ണം പുട്ട് ഇതൊക്കെ കൊടുത്ത് കുട്ടിക്ക് കൊടുത്ത് കൊണ്ടുപോയി. ബസ് ഇളകിയപ്പോൾ കുട്ടി ഇളകി. ഇതെല്ലാം പുട്ടും കടലയും ഒക്കെ കൂടെ ചേർന്നു, എല്ലാം കൂടി എന്ന് പറഞ്ഞു പുറത്തു വരാൻ തുടങ്ങി. അപ്പോഴീ അമ്മ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിരുന്നു, കുട്ടിയുടെ കഴുത്തിലൊക്കെ ഇട്ടു, എല്ലാം പുറത്തു വരാനുള്ളൊക്കെ പുറത്തു വന്നു. അതിനെ ഒരു എന്താ പറയുക, നല്ലൊരു കവറിലിട്ടു, കല്യാൺ സിൽക്കിൻ്റെ ഒരു കവറിൽ. എന്നിട്ട് അതെടുത്ത് ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തിയതും പുറത്തേക്ക് ഇട്ടു. അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തോന്നി കിട്ടിയ ചാൻസാണ് ഇവരെ ഒന്ന് സഹായിക്കുക എന്ന്. ആ കവറ് പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, മാഡം നിങ്ങളുടെയാണോ എന്ന്. ഈ ജന്മം ഉണ്ടെങ്കിൽ അത് മേടിക്കുമോ? ആ മേഡം നല്ല ബുദ്ധി പറഞ്ഞു, താങ്കൾ എടുത്തോളൂ എന്ന്. അപ്പോഴേക്കും ബസ് വിട്ടു. കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനം പോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നിങ്ങൾ വേണ്ടാത്തത് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അയവിറക്കണം. നിങ്ങൾ ഭഗവാനെ അയവിറക്കി കഴിഞ്ഞാലോ ബാക്കിയൊക്കെ ഛർദ്ദിച്ച് കളയാം, നിങ്ങൾക്കത് പുറത്തേക്ക് കളയാം, അത് വല്ലവരൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കോട്ടെ, നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ടെന്നർത്ഥം. ഇങ്ങനെ പരീക്ഷത്തിൻ്റെ ജീവിതം സഫലമായി. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന മാർക്കണ്ഡേയ ചരിതം. ഒരു മഹർഷി മായ കാണാൻ ആഗ്രഹിച്ചു എന്നാണ്. ഭയങ്കര മഴ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ്. ധ്യാനനിരതനായിരിക്കുന്ന മഹർഷി മഴ കാണാൻ, ആ മഴവെള്ളത്തിലധികം പൊങ്ങുന്നതും രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. അപ്പോഴാണ് ഒരു മലയുടെ മുകളിൽ ഒരു ആൽവൃക്ഷം. ആ ആൽവൃക്ഷത്തിൻ്റെ ഒരു ഇല മാത്രം ഇളകുന്നില്ല. നോക്കുമ്പോൾ ആ ഇലയിൽ ഒരു കുഞ്ഞ് കാലിലെ പെരുവിരൽ കുടിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹം ആ കുഞ്ഞിനെ പിടിക്കാനായി അങ്ങോട്ട് ശക്തിയിൽ നീന്തി ചെല്ലുന്നതും, പിന്നെ കഥയുണ്ട്, കുട്ടിയുടെ മൂക്കിലൂടെ അകത്ത് പോയി പുറത്ത് വന്നു, അകത്ത് പോയി പുറത്ത് വന്നു. കാല് പിടിക്കാൻ നേരത്ത് പെട്ടെന്ന് അദ്ദേഹം ഉണർന്നു എന്നാണ്. ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഉണർന്നു നോക്കുമ്പോൾ അദ്ദേഹം ആശ്രമത്തിൽ ധ്യാനിക്കുകയാണ്. മഴയും പെയ്തിട്ടില്ല, വെള്ളവും കൂടിയിട്ടില്ല, യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ മനസ്സിൽ
തോന്നിയതാണ്. പക്ഷെ ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അദ്ദേഹം ആ ഒരു ചിത്രത്തെക്കുറിച്ച് പറയുന്നത് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം പാലം മുകുന്ദം മനസാ സ്മരാമി. വളരെ മനോഹരമായൊരു ചിത്രമാണ് ഇത്. നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഒരു ആൽവൃക്ഷം, അതിൻ്റെ ഇല, അതിലൊരു കുട്ടി കാല് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസനീയമല്ല. അതുകൊണ്ട് നിങ്ങളതിനെ താത്വികമായി മനസ്സിലാക്കണം. ആൽവൃക്ഷത്തിന് സാൻസ്ക്രിറ്റിൽ പറയാ അശ്വത്ഥം എന്നാണ്. അശ്വത്ഥം എന്നുള്ളത് അർത്ഥം ശരീരം എന്നാണ്. അതിങ്ങനെ ശരീരമാവുന്നത് ശ്വ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നാളെ, അടുത്ത നിമിഷം എന്നൊക്കെ അർത്ഥം. ആ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നർത്ഥം. അടുത്ത നിമിഷം ഇല്ലാത്തത്. ത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഇപ്പോഴുണ്ട്, അടുത്ത നിമിഷം ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കാത്ത ഒന്നാണ്. അപ്പോൾ അത് ശരീരമാണോ? മനസ്സിലായില്ല. ഇന്നുണ്ട്, നാളെ ഉണ്ടാകുമോ എന്ന് പറയാൻ ധൈര്യമായിട്ട് പറ്റുമോ? അപ്പോൾ അശ്വത്ഥം എന്നുള്ളത് ശരീരം. അതിൽ ഇളകിക്കൊണ്ടിരിക്കുന്നൊരു ഇല എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ചഞ്ചലമായി കൊണ്ടിരിക്കുന്നത് മനസ്സ്. ആ മനസ്സിൻ്റെ പിന്നിലാണ് ഒരു ഉണ്ണി. ആ ഉണ്ണി എന്ന് പറയുന്നത് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്നർത്ഥം. ആ പരമാത്മാവിനെ ആര് പിടിക്കുന്നുവോ, ആര് അനുഭവിക്കുന്നുവോ, കാല് പിടിക്കുന്നുവോ, ആ അനുഭവിക്കുന്നുവോ, അവർക്കെന്നും മോദം, പരമാനന്ദം. ഇതാണ് മനസ്സിൻ്റെ പിന്നിലുള്ള, അല്ലെങ്കിൽ മനസ്സിനോട് ചേർന്നിരിക്കുന്ന പരമാത്മാവാണ് മുകുന്ദൻ. മോദം ദദാതി ഇതി മുകുന്ദ എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ. ഏതായാലും ഇപ്രകാരം ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. പിന്നെ അദ്ദേഹത്തെ അനുഗ്രഹിക്കാനായി പരമശിവൻ വന്നു. പരമശിവൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞു, എന്താ വേണ്ടതെന്ന്. ഒറ്റ വരമേ വേണ്ടൂ. എൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരു ദൃഢമായൊരു നല്ല ഉറച്ച ഒരു ബോധമുണ്ടാവണം. എന്താ ബോധം? ഞാൻ ശരീരത്തിൻ്റെ ഭാഗമല്ല, ഞാൻ ആരുടെ ഭാഗം? അനന്ത ശക്തിയുള്ള പരമാത്മാവിൻ്റെ ഭാഗം. ഈ ബോധമുണ്ടാവണം എന്നൊക്കെ കേട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതിനുശേഷം ഭാഗവതം അവിടെ 11-ാമത്തെ അധ്യായം ഉപസംഹരിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഭാഗവതത്തിൻ്റെ സംഗ്രഹത്തിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ വായിച്ച ഭാഗങ്ങളെ ഒന്ന് സംക്ഷിപ്തമാക്കി ചുരുക്കി അവതരിപ്പിക്കുന്നു വ്യാസഭഗവാൻ. ഇത് നമുക്കെല്ലാവർക്കും ഒന്നിച്ചങ്ങോട്ട് ചൊല്ലാം. ഭാഗവതം നമുക്ക് ഉപസംഹരിപ്പിക്കാം. സപ്താഹം. ശ്രോത ഉവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ ഏതദ്വക്കഥിതം വിപ്ര വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിർയദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ സാത്വതാം പതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജർഷേർ വിപ്രശാപാൽ പരീക്ഷിത ശുകസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോഃ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയയോസ്തദാ പുരാണസംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തത പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജപുരുഷോ യഥാ കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതിപത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേംഭോധേർ ഹിരണ്യാക്ഷവധോ യഥാ ഊർധ്വതിര്യഗവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീനരസ്യാഥ യതസ്വായംഭുവോ മനോ ശതരൂപാജയാ സ്ത്രീണാം ആദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഃ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മന
देवहूत्याश्च संवाद कपिलेन च धीमता नवब्रह्मसमुत्पत्ति दक्षयज्ञविनाशनं ध्रुवस्य चरितं पश्चात् पृथो प्राचीनबर्हिषा नारदस्य च संवादः ततः प्रय्यव्रतं द्विजाः नाभेस्ततोऽनुचरितं ऋषभस्य भरतस्य च द्वीपवर्षसमुद्राणां गिरिनद्युपवर्णनं ज्योतिश्चक्रस्य संस्थानं पातालनरकस्थिति दक्षजन्मप्रचेतोभ्य तल्पुत्रीणां च सन्दति यतो देवासुरनरा तिर्यन्नगखगादया त्वाष्टस्य जन्मनिधनं पुत्रयोश्च द्विजेर्द्विजाः दैतेश्वरस्य चरितं प्रह्लादस्य महात्मना मन्वन्तरानुकथनं गजेन्द्रस्य विमोक्षणं मन्वन्तरावताराश्च विष्णोर्हयशिरादया कौर्मं धान्वन्तरं मात्स्यं वामनं च जगल्पते क्षीरोदमथनं तद्वल् अमृतार्थेति बहुकसा देवासुरमहायुद्धं राजवंशानुकीर्तनं इक्ष्वाकुजन्म तद्वंश सुद्युम्नस्य महात्मना इलोपाख्यानमत्रोक्तं तारोपाख्यानमेव च सूर्यवंशानुकथनं शशादाद्यानृगादया सौगन्यं चाथ शज्याते ककुत्स्थस्य च धीमता खट्वाङ्गस्य च मान्धातु सौभरे सगरस्य च रामस्य कौसलेन्द्रस्य चरितं किल्बिषावहं निमेरङ्गपरित्यागो जनकानां च सम्भवा रामस्य भार्गवेन्द्रस्य निक्षत्रकरणं भुवा ऐलस्य सोमवंशस्य ययातेर्नहुषस्य च दौष्यन्तेर्भरतस्यापि शन्दनोस्तल्सुतस्य च ययातेर्ज्येष्ठपुत्रस्य यतोर्वंशोऽनुकीर्तिता यत्रावतीर्णो भगवान् कृष्णाख्यो जगदीश्वर वसुदेवगृहे जन्म ततो वृद्धिश्च गोकुले तस्य कर्माण्यपाराणि कीर्तितान्यसुरद्विषा पूतनासुपयप्पानं शकटोच्चाटनं शिशोः तृणावर्तस्य निष्पेष तथैव भगवल्सयोः धेनुकस्य सह भ्रातुः प्रलम्बस्य च संक्षया गोपानां च परित्राणं दावाग्ने परिसर्पदा दमनं काळियस्याहे महाहेर्नन्दमोक्षणं व्रतजज्ञातु कन्यानां यत्र तुष्टोच्युतो व्रतैः प्रसादो यज्ञपत्नीभ्यो विप्राणां चानुतापनं गोवर्धनोद्धारणं च शक्रस्य सुरभेरथ यज्ञाभिषेकं कृष्णस्य स्त्रीभिः क्रीडा च रात्रिषु शङ्खचूडस्य दुर्बुद्धेर्वधोरिष्टस्य केशिनः अक्रूरागमनं पश्चात् प्रस्थानं रामकृष्णयोः व्रजस्त्रीणां विलापश्च मथुरालोकनं तदा गजमुष्टिकचाणूर कंसादीनां च यो वध मृतस्यानयनं सूनो पुनः सान्दीपनेर्गुरोः मथुरायां निवसता यदुचक्रस्य यत्प्रियं कृतमुत्थव रामाभ्यां युतेन हरिणा द्विजा जरासन्धसमानीत सैन्यस्य बहुशो वध खादनं यवनेन्द्रस्य कुशस्थल्यानिवेशनम् आदानं पारिजातस्य सुधर्माया सुरालयात् रुक्मिण्याहरणं युद्धे प्रमथ्यदुषतो हरे हरस्य जृम्भणं युद्धे बाणस्य भुजकन्दनं राज्ञो दिशपतिं हत्वा कन्यानां हरणं जयल् चैत्यपौण्ड्रकशाल्वानां दन्तवक्त्रस्य दुर्मते शम्बरोदिविदपीठो पुरः पञ्चजनादयः माहात्म्यं च वधस्तेषां वाराणस्याश्च दाहनं भारावतरणं भूमेर्निमित्तीकृत्य पाण्डवान् विप्रशापापदेशेन संहारः स्वकुलस्य च उद्धवस्य च संवादो वासुदेवस्य चाद्भुता यत्रात्मविद्या ह्यखिला प्रोक्ता धर्मविनिर्णया ततो मर्त्यपरित्याग आत्मयोगानुभावता युगलक्षणवृत्तिश्च कलो नृणामुपप्लवा चतुर्विधश्च प्रलय उत्पत्तिस्त्रिविधा तथा देहत्यागश्च राजर्षेर्विष्णुजातस्य धीमता शाखाप्रणयन मृषेर्मार्कण्डेयस्य सल्कथा महापुरुषविन्यास सूर्यस्य जगदात्मना इति चोक्तं द्विजश्रेष्ठ यत्पृष्टोऽहमिहास्मि वा लीलावतारकर्माणि कीर्तितानीह सर्वशः पतितस्खलितश्चार्थ श्रुत्वा वा विवशो ब्रुवन् हरये नमः इत्युच्चैर्मुच्यते सर्वपातकाल पतितस्खलितश्चार्थ श्रुत्वा वा विवशो ब्रुवन् हरये नमः इत्युच्चैर्मुच्यते सर्वपातकाल पतितस्खलितश्चार्थ
ശ്രുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമഃ ഇത്യുച്ചൈമുച്യതേ സർവപാതകൾ സങ്കീർത്യമാനോ ഭഗവാനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസം പ്രവിശ്യ ചിത്തം വിധിനോത്യശേഷം യഥാ തമർക്കോ ഭ്രമിവാദിവാദ മൃഷാഗിരസ്താഹ്യശരീരതൽക്കഥാ ന കഥ്യതേ യദ്ഭഗവാനദോക്ഷജാം തദേവ സത്യം തദൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്യന്മനസോ മഹോത്സവം തദേവ ശോകാന്നവശോഷണം നൃണം യദുത്തമശ്ലോകയശോനുഗീയത്തെ നദൽവചിത്രപദം ഹരേ യശോ ജഗൽ പവിത്രം പ്രഗണീതകർഗിജിൽ തദ്വാംശതീർത്ഥം നദുഹംസസേവിതം യത്രാച്യുതത്ര ഹി സാധവോ മലാ സഭാ വിസർഗോ ജനദാഗസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ ശോങ്കിതാനി ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃ ശശ്വത ഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം യശസ്യാമേവ പരിശ്രമപരോ വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോ ഗുണാനുവാദശ്രവണാദിബിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ശൃണോദ്യ ഭദ്രാണി ചമം ദനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജാഗ്രാപദഭൂരിഭാഗ യശസ്സദാത്മന്യഖിലാത്മബോധം നാരായണം ദേവമദേവമൈശം അജസ്രഭാവാപജതാ വിവേശ്യ അഹം ച സസ്മാരിതമാത്മതത്വം ശുദ്ധം പുരാ മേ പരമശ്രീഭക്തൽ പ്രായോപവേശേ നവദേ പരീക്ഷിത തദശ്രീണാം മഹതം ച ശൃണ്വതാം ഏതദ്വക്കഥിതം വിപ്ര കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം ഏവം ശ്രാവയേ നിത്യം യാമക്ഷണമനന്യതി ശ്രദ്ധാവാന്യോനുശൃണിയൽ പുനത്യാത്മാനമേവ സ ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വനായുഷ്യവൻ ഭവേ പടത്യനശ്ചൻ പ്രേത തതോ ഭവത്യപാതകി പുഷ്കരേ മധുരായം ത്വദ്വാരവത്യം യദാത്മവാൻ ഉപോഷ സംഹിതാമേതാം പഠിത്വാമുച്യദേവയാൽ ദേവതാമുനയസിദ്ധാം പിതരോ മനവോ നൃപാം യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൻ ഋജോ യജൂംഷി സാമാനി ദ്വിജോദിത്യാനവിന്ദതേ മധുകുല്യാ കൃതകുല്യാ പയകുല്യാ ച തത്ഫലം പുരാണസംഹിതാമേതാം അദീത്യപ്രേതോ ദ്വിജ പ്രോക്തം ഭഗവതാ യത്തോ തത്പദം പരമം വ്രജേ വിപ്രോദിപ്യാപ്നിയൽ പ്രജ്ഞാം രാജന്യോദതിമേഖലം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധ്യേതപാതകൾ കലിമല സംഹതി കാലിനോകിലേശോ ഹരിനിതരത്രനഗീയദേഹ ഭീഷ്ണം യഹതു ഭുവനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാ പ്രസംഗൈ തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ദ്വിപതിവിരജചക്രശങ്കരാദ്യൈ ദുരവസിതമമച്യുതം നതോസ്മി ഉപജിത നവശക്തി വിശ്വാത്മനി ഉപരിജിതസ്ഥിരജംഗമാലയായ ഭഗവതോപലബ്ധിമാത്രതാംനേ സുരർഷഭായ നമഃ സനാതനായ സുസഗന്വതചേതാ തദ്വിദാസ്തന്യഭാവോപി അജിതലീലാകൃഷ്ണസാരസ്ത്വദീയം വേദനതകപയായ തത്വദീപം പുരാണം തമഖില വൃജനഗ്നം വ്യാസസൂനും നതോസ്മി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാം ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ പൃഷ്ഠേ ഭ്രാമിതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാൽ നിദ്രാലോകമടാകൃതേ ഭഗവത ശ്വാസാനിലപ്പാന്തവ യസ്സംഹാരകലാനവർത്തനവശാവേലാനി ഭാനം വസം യാതായാതമതന്ത്രി ജലനിധേ നാദ്യാപി വിശ്രാമിതി
പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യപ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാടാദിസ്നിബോധത രാമം ദശസഹസ്രാണി പത്മം പഞ്ചോനഷഷ്ടിജാ ശ്രീവൈഷ്ണവം ചയോ വിംശച്ചതുർവിംശതി ശൈവകം ദശാഷ്ടോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവാഗ്നച്ച ദശപഞ്ചചതുശതം ചതുർദശം ഭവിഷ്യസ്യാതദാത് പഞ്ചശതാനി ച ദശാഷ്ടോ ബ്രഹ്മവൈവത്തം ലിംഗമേകാതിശൈവതു ചതുർവിംശതി വാരാഹമേകാശിതി സഹസ്രകം സ്വാന്തം സദം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തദശാഖ്യാതം മാത്സ്യം തത്വചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതോ ഏവം പുരാണസന്തോഹ ചതുർലക്ഷോദാഗത തത്രാഷ്ടാദശാഹസ്രം ശ്രീഭാഗവതമീഷ്യതേ ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥാവ്രാതമൃതാനന്ദിതസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്ലിക പ്രയോജനം പൗഷ്ടപദ്യം പൗർണമാസ്യം സമന്വിതം യഥാദിയോ ഭാഗവതം സയാതി പരമാം ഗതിം രാജന്തേ താവതന്യാനി പുരാണാനി സദാംഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാത് ശ്രീമദ്ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമീശതേ തൽരസാമൃതസ്യ നാന്യത്രസ്യാരതിക്വജിൽ നിമ്നകാനാം യഥാ ഗംഗാദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാമിതാ ശംഭുപുരാണാനാമിതം ദദാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീഹ്യനുത്തമാം തഥാ പുരാണവ്രാതാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാം ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേ മമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തശൃണ്വൻ വിപടൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യന്നര കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാം തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തൽരൂപിണ യോഗീന്ദ്രായ തഥാത്മനാഥ ഭഗവൽ രാധായ കാരുണ്യതൽ തശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യയിദം കൃപയാ കസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണേ സംസാരസത്പദഷ്ടം യോ വിഷ്ണുരാധമമോജയ. ഇനി അവസാനത്തെ 2 ശ്ലോകങ്ങൾ